ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിനേറ്റത് തികച്ചും അപ്രതീക്ഷിതവും ആഘാതമേൽപ്പിക്കുന്നതുമായ തിരിച്ചടിയാണ്. സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ രാഷ്ട്രീയ ജനതാദളിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പരാജയത്തോടെ മഹാസഖ്യത്തിന്റെ ഭാവി തുലാസിലായ അവസ്ഥയാണുള്ളത്. ഈ തിരിച്ചടി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന ശക്തമായ നിലപാടിൽ RJD ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ RJDക്ക് ആ നേട്ടം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. 75 സീറ്റുകളിൽ നിന്ന് നാമമാത്രമായ സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് RJDക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല. കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഇത്തവണ അതിന്റെ അടുത്തുപോലും എത്താൻ സാധിക്കാതെ വന്നു. മുന്നണി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന സൂചനകളാണ് ഈ സീറ്റ് നഷ്ടം RJDക്ക് നൽകുന്നത്. ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതൃസ്ഥാനം അവകാശപ്പെടുന്ന കോൺഗ്രസ് ബീഹാറിൽ RJDയുമായി ചേർന്നുള്ള സഖ്യത്തിൽ തങ്ങളുടെ റോൾ പുനർനിർണയിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വലിയ തിരിച്ചടിക്ക് പിന്നിലെ കാരണങ്ങൾ പലതാണ്. ജാതി വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ടുള്ള മുന്നണി രൂപീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ സാമൂഹിക കാഴ്ചപ്പാടുകളോ ഇല്ലാത്ത കേവലം സഖ്യരാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കൂടാതെ താഴേക്കിടയിൽ ചലനം സൃഷ്ടിക്കാനാവാതെ പോയ പ്രചാരണ പരിപാടികൾ, ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയതിലെ പാളിച്ചകൾ എന്നിവയെല്ലാം തിരിച്ചടിക്ക് ആക്കം കൂട്ടി. എന്നാൽ ഈ പരാജയത്തിന്റെ ഏറ്റവും പ്രധാന കാരണം മുന്നണിക്കുള്ളിലെ പരസ്പര വിശ്വാസമില്ലായ്മയാണ്. പരസ്പരം ബഹുമാനമോ വിശ്വാസമോ ഇല്ലാത്ത രണ്ട് കക്ഷികളുടെ സഖ്യം ബീഹാറിലെ വോട്ടേഴ്സ് തിരിച്ചറിഞ്ഞു എന്ന് വ്യക്തം. തേജസ്വി യാദവിന് ബീഹാറിൽ തിരിച്ചുവരവ് നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ട് കൂടി അതിന് സാധിക്കാതെ പോയത് കോൺഗ്രസ് കാരണമാണെന്ന് RJDയിലെ പല മുതിർന്ന നേതാക്കളും പരസ്യമായി ആരോപിച്ചു തുടങ്ങി. ദുർബലമായ സ്ഥാനാർത്ഥികളെ അനുവദിച്ചത് കോൺഗ്രസിനാണ്. അത് സഖ്യത്തിന്റെ മൊത്തം വിജയത്തെ ബാധിച്ചു എന്നതാണ് RJDയുടെ നിലപാട്. പരാജയത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ച് സഖ്യം വിടാനുള്ള ശക്തമായ സാധ്യതകളാണ് RJD നേതൃത്വം ഇപ്പോൾ തേടുന്നത്. ഇതിനെല്ലാം പുറമെ നിലവിലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനസമിതി പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിൽ ചെലുത്തിയ ശക്തമായ സ്വാധീനം മറികടക്കാൻ തൽക്കാലം പ്രതിപക്ഷത്തിന് ഒരു ഫോർമുലയും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. നിതീഷ് കുമാറിന്റെ ക്ഷേമ പദ്ധതികളും സുരക്ഷാ ഉറപ്പുകളും വലിയ തോതിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുകയും ഈ വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും ചെയ്തതാണ് തെരഞ്ഞെടുപ്പിൽ നിർണായകമായത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അവസ്ഥ ഒരു നിർണായക വഴിത്തിരിവാണ്. ഈ സാഹചര്യത്തിൽ RJDയുടെ ജൂനിയർ സഖ്യകക്ഷിയായി ഒതുങ്ങിക്കൂടാൻ കോൺഗ്രസ് തയ്യാറാവുമോ എന്നതാണ് വലിയ ചോദ്യം. സ്വന്തം ശക്തി തിരിച്ചറിയാനും സഖ്യത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ മഹാസഖ്യം പൂർണ്ണമായി തകരും. ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം കേവലം സംസ്ഥാന രാഷ്ട്രീയം മാത്രമല്ല, ദേശീയതലത്തിൽ രൂപം കൊണ്ട ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെയും തുലാസിലാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രാദേശിക പാർട്ടികൾക്കിടയിലെ വിശ്വാസക്കുറവ് ദേശീയ സഖ്യത്തിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബീഹാറിലെ മഹാസഖ്യത്തിന്റെ തകർച്ച ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് നൽകുന്ന വെല്ലുവിളിയെ കോൺഗ്രസ് എങ്ങനെ നേരിടും എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും.